നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവുബലി. പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം രാവിലെ മുതൽ ആയിരക്കണക്കിന് ആളുകൾ ബലിതർപ്പണത്തിനായി എത്തി. ആലുവ, ശംഖുമുഖം, തിരുനാവായ, തിരുനെല്ലി തുടങ്ങിയവിടങ്ങളിൽ പുലർച്ചെ മുതൽ വലിയ തിരക്കാണ്. വൈകിട്ട് 3 മണിവരെ തർപ്പണം ഉണ്ടാകും. 2 ദിവസം മഴ ഇല്ലാതിരുന്നതിനാൽ മണപ്പുറത്തെ ഭക്തർക്ക് അനുഗ്രഹമായി. ക്ഷേത്ര ദർശനത്തിന് ഒരേ സമയം 500 പേർക്ക് വരി നിൽക്കാവുന്ന പന്തലുകളും ഒരുക്കിയിട്ടുണ്ട്. ബലിയിടുന്നതിനായി ഇന്നലെ സന്ധ്യ മുതൽ തന്നെ ഭക്തർ എത്തിത്തുടങ്ങിയിരുന്നു. പിതൃനമസ്കാരവും പൂജകളും പുരോഗമിക്കുകയാണ്. കർക്കിടക വാവിന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് തലേ ദിവസം ഒരിക്കൽ ആചരിച്ചാണ് വിശ്വാസികൾ പിതൃക്കൾക്ക് ബലിയർപ്പിക്കുന്നത്. ബലിതർപ്പണത്തിനെത്തുന്നവർക്കായി KSRTCയുടെ പ്രത്യേക സർവീസുകളും ഒരുക്കിയിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമാവുമെന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുള്ളതിനാൽ പോലീസിന്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും നിയന്ത്രണങ്ങളോട് ജനങ്ങൾ സഹകരിക്കണമെന്നാണ് നിർദ്ദേശം. UDF സർക്കാർ നടപ്പാക്കിയ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി ഉടൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി. തൃശൂർ സ്വദേശിയായ ബസ് ഉടമയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സമീപിച്ചത്. CCI ഹർജി ഫയലിൽ സ്വീകരിച്ചതോടെ പദ്ധതിയുടെ സാധുത സംബന്ധിച്ച് പുതിയ നിയമ പോരാട്ടത്തിന് കളമൊരുങ്ങി. KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര പദ്ധതി നടപ്പാക്കിയത് സ്വകാര്യ ബസ്സുകളുടെ മത്സരക്ഷമത ഇല്ലാതാക്കിയെന്നും KSRTCക്ക് മാത്രം നേട്ടം ലഭിക്കാൻ ഇടയാക്കിയെന്നുമാണ് പരാതി. ബിബിൻ T. ആലപ്പാടാണ് ഹർജി നൽകിയത്. ഇയാൾ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റും ബസ് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ്. റിമാൻഡിലായ അർജുൻ ആയങ്കിയെ കോടതി 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇയാളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ തുടങ്ങി. പ്രതിയിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണിന്റെ പേരുൾപ്പെടെയുള്ള വിവരങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താത്തത് പ്രതിഭാഗം അഭിഭാഷകൻ MK ഹസൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത് വ്യാജ തെളിവുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ടെടുത്ത ഫോൺ സംബന്ധിച്ച വിവരം അന്വേഷണ ഉദ്യോഗസ്ഥനായ SV മിഥുൻ കോടതിയെ അറിയിച്ചു. പ്രതി ഉപയോഗിച്ചത് ഐഫോൺ ആണെന്നും കണ്ടെടുത്തത് ഐഫോൺ അല്ലെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. പ്രോസിക്യൂഷനു വേണ്ടി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ K. ശ്രീജ ഹാജരായി. എല്ലാം ചെയ്തത് ഞാൻ തന്നെ എന്ന് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അർജുൻ ആയങ്കി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അവശ്യ സാധനങ്ങൾക്കും പാചകവാതത്തിനും വില കുതിച്ചുയർന്നതോടെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണം നടത്താൻ അധ്യാപകർ സ്വന്തം കീശയിൽ നിന്ന് പണം മുടക്കേണ്ട അവസ്ഥ. പച്ചക്കറി, പാൽ, മുട്ട എന്നിവയുടെ വില റെക്കോർഡ് ഉയരത്തിലെത്തിയിട്ടും വിദ്യാർത്ഥിക്ക് അനുവദിച്ച ഉച്ചഭക്ഷണ സബ്സിഡിയിൽ കാര്യമായ വർധനയില്ല. പാചകവാതക വില ഉയരുന്നതിനൊപ്പം വിറക് വിലയും കുതിക്കുകയാണ്. അരി സൗജന്യമായി സർക്കാർ നൽകുന്നുണ്ടെങ്കിലും മറ്റ് ഭക്ഷ്യവസ്തുക്കൾ സ്കൂൾ തലത്തിൽ പണം കണ്ടെത്തി വാങ്ങിയ ശേഷമാണ് സബ്സിഡി ലഭിക്കുന്നത്. ഇതോടെ പ്രത്യേകിച്ച് കുട്ടികളുടെ എണ്ണം കുറവുള്ള സ്കൂളുകളിൽ പ്രധാന അധ്യാപകരും PTA-യും വൻ സാമ്പത്തിക ബാധ്യത നേരിടുകയാണ്. റെയിൽവേ സ്റ്റേഷനുകളിൽ മൊബൈൽ ഫോൺ മോഷണം പെരുകിയതോടെ യാത്രക്കാരെ ബോധവൽക്കരിക്കാനാണ് തൃശൂർ റെയിൽവേ പോലീസ് ക്ലാസ് നടത്തിയത്. എന്നാൽ ക്ലാസ് കേട്ടിരുന്നത് സാക്ഷാൽ കള്ളനും. 2ാം പ്ലാറ്റ്ഫോമിൽ ക്ലാസ് തുടങ്ങിയപ്പോൾ യാത്രക്കാരിൽ ഒരാൾ അസ്വസ്ഥനായിരിക്കുന്നത് പോലീസ് ശ്രദ്ധിച്ചു. ക്ലാസ്സിനിടെ ഇയാൾ അവിടെ നിന്ന് മാറി 1ാം പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് ക്ലാസ്സുമായി പോലീസ് 1ാം പ്ലാറ്റ്ഫോമിലെത്തിയപ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ. സംശയം തോന്നി പോലീസ് പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ യാത്രാരേഖകൾ ഇല്ലാതിരുന്ന ഇയാളിൽ നിന്ന് വില കൂടിയ മൊബൈൽ ഫോൺ കണ്ടെത്തി. ഞായറാഴ്ച ഹൂഗ്ലി എക്സ്പ്രസിൽ ശാസ്താംകോട്ടയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ജനറൽ കോച്ചിൽ യാത്ര ചെയ്ത കൊല്ലം സ്വദേശിയായ അഭിജിത്തിന്റെ നഷ്ടപ്പെട്ട ഫോണാണിതെന്ന് തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ് നടത്തിയത് കോടികൾ തട്ടിക്കാൻ നടത്തിയ പ്രഹസനമെന്ന് കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. കോടികളുടെ തട്ടിപ്പും ചട്ടലംഘനവും നടന്നതിനാൽ വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയിൽ വിജിലൻസ്, കേന്ദ്ര ഏജൻസി അന്വേഷണങ്ങൾ കൂടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്ത് മന്ത്രി OJ ജനീഷിന് നൽകിയത്. ഇത് തുടർ നടപടികൾക്കായി മുഖ്യമന്ത്രിക്ക് കൈമാറി. ക്രിക്കറ്റ് പരിശീലകനെതിരെ പോക്സോ കേസ്. മുൻ രഞ്ജി താരവും പരിശീലകനുമായ KJ രാകേഷിനെതിരെയാണ് കേസ്. പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനികളാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത്. പാലക്കാട് സ്റ്റേഷനുകളിലായാണ് 2 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കേസ് രജിസ്റ്റർ ചെയ്തതോടെ പ്രതി ഒളിവിൽ പോയി. ഇയാളെ പിടികൂടാനുള്ള ഊർജിത ശ്രമത്തിലാണെന്നാണ് പോലീസ് പറയുന്നത്. ജൂൺ മാസത്തിൽ നടന്ന സംഭവത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. പാലായിൽ വാഹനത്തിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നതാണ് ആദ്യത്തെ കുട്ടിയുടെ പരാതി. പാലക്കാട് നഗരത്തിലെ ഹോട്ടലിലാണ് 2ാമത്തെ കേസ്. 2008-2013 കാലയളവിലാണ് രാകേഷ് കേരള രഞ്ജി താരം ആയിരുന്നത്. തുടർന്ന് ക്ലബ്ബുകളിൽ ഉൾപ്പെടെ കളിച്ചിട്ടുണ്ട്.
പരിശീലകനായതോടെയാണ് പീഡനം തുടങ്ങിയത് എന്നാണ് വിവരം. കൂടുതൽ പെൺകുട്ടികൾ ഇരകൾ ആയെന്നും സൂചനയുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചിങ്ങത്തിലെ ഞായറാഴ്ചകളിൽ വിവാഹത്തിരക്ക്. 23-ന് 377 വിവാഹങ്ങൾ ചീട്ടാക്കി. 30-ന് 295 എണ്ണവും. വിവാഹങ്ങൾ പുലർച്ചെ 4-ന് തുടങ്ങും. താലികെട്ടിനായി 6 മണ്ഡപങ്ങൾ സജ്ജമാക്കും. താലികെട്ട് നിർവഹിക്കാൻ ക്ഷേത്രം കോയിമ്മമാരെ മണ്ഡപത്തിലേക്ക് അധികമായി നിയോഗിക്കും. വിവാഹ മണ്ഡപത്തിന് സമീപം മംഗളവാദ്യ സംഘത്തെയും നിയോഗിക്കും. ക്ഷേത്രം കിഴക്കേ നട വൺവേ ആക്കും. വരനും വധുവും അടങ്ങുന്ന വിവാഹ സംഘം നേരത്തെ എത്തി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം ക്ഷേത്രം തെക്കേ നടയിലെ പുതിയ പന്തലിലെ കൗണ്ടറിലെത്തി ടോക്കൺ വാങ്ങണം. വധൂവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേർക്കാണ് മണ്ഡപത്തിന് സമീപം പ്രവേശനം അനുവദിക്കുകയെന്നും ദേവസ്വം അറിയിച്ചു. 2024 സെപ്റ്റംബർ 8-ന് 334 വിവാഹങ്ങൾ നടന്നതാണ് ഇതിനു മുമ്പുള്ള ഗുരുവായൂരിലെ റെക്കോർഡ്. ഓണത്തിന് 1 മാസത്തെ ക്ഷേമ പെൻഷൻ മുൻകൂർ നൽകിയേക്കും. സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചാകും സർക്കാർ തീരുമാനം. ഓഗസ്റ്റിലെ പെൻഷനൊപ്പം സെപ്റ്റംബറിലേതുകൂടി നൽകാനാണ് ആലോചന. ഇതിന് 940 കോടിയോളം രൂപ അധികം കണ്ടെത്തണം. ഓണത്തിന് ശമ്പളം, പെൻഷൻ ചെലവിന് പുറമെ ഉത്സവബത്ത, ബോണസ്, സാലറി അഡ്വാൻസ് തുടങ്ങി വൻ ചെലവുകളാണ് സർക്കാരിനെ കാത്തിരിക്കുന്നത്. 10,000 കോടിയിലധികം രൂപ അധികം കണ്ടെത്തേണ്ടി വരും. ചെറുതും വലുതുമായ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും സ്വാതന്ത്ര്യദിനം വരെ ഹിന്ദി ദേശഭക്തി ഗാനം കേൾക്കാം. റെയിൽവേ മന്ത്രാലയം അയച്ചുകൊടുത്ത 19 ദേശഭക്തി ഗാനങ്ങളുടെ പട്ടികയിൽ നിന്നാണ് ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. അതത് സ്റ്റേഷനുകളിലെ ഇൻഫർമേഷൻ സെന്റർ വഴി തീവണ്ടി വിവരങ്ങളുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്ക് ശേഷമുള്ള ഇടവേളകളിലാണ് ദേശഭക്തി ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യേണ്ടത്. സാരേ ജഹാം സെ അച്ഛ തുടങ്ങി 3 എണ്ണം ദേശഭക്തി ഗാനങ്ങളാണ്. ബാക്കിയുള്ളവ വിവിധ സിനിമകളിലുള്ള ദേശഭക്തി ഗാനങ്ങളാണ്. 2019 ഇറങ്ങിയ PM നരേന്ദ്രമോദി എന്ന ഹിന്ദി സിനിമയിലെ ഗാനവും പട്ടികയിലുണ്ട്. ഒമുങ് കുമാർ സംവിധാനം ചെയ്ത ഈ സിനിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവചരിത്രം ഉൾക്കൊള്ളുന്നതാണ്. RSSനെതിരെ അപകീർത്തികരമായ ലേഖനം പ്രസിദ്ധീകരിച്ച കേസിൽ തമിഴ് മാസികയായ കുമുദത്തിന്റെ എഡിറ്റർ അടക്കം 3 പേർക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ്. കേസിൽ പലതവണ സമൻസ് അയച്ചിട്ടും കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് തിരുപ്പൂർ കോടതി നടപടി. കുമുദം മാസികയുടെ പബ്ലിഷർ M. സെൽവരംഗൻ, എഡിറ്റർ S. ഇളങ്കോവൻ, പ്രിന്റർ S. പാൽ ആന്റണി രാജ് എന്നിവർക്കെതിരെയാണ് ജസ്റ്റിസ് സെന്തിൽ രാജ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചത്. പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനും പോലീസിന് നിർദ്ദേശം നൽകി. ഹിന്ദു ദൈവങ്ങൾ മാംസവും മദ്യവും കഴിക്കുന്നുണ്ടെന്ന് പ്രചരിപ്പിച്ച യൂട്യൂബർ ധ്രുവ് റാത്തി ചെയ്ത വീഡിയോ നീക്കം ചെയ്ത് യൂട്യൂബ്. കേന്ദ്ര സർക്കാരിന്റെ ഗ്രീവൻസ് അപ്പലേറ്റ് കമ്മിറ്റിയുടെ ഉത്തരവിനെ തുടർന്നാണ് വീഡിയോ ഇന്ത്യയിൽ തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് ഗൂഗിളിനെ പ്രതിനിധീകരിച്ച അഭിഭാഷകൻ ജസ്റ്റിസ് സ്വരണകാന്ത ശർമ്മ അറിയിച്ചത്. വീഡിയോ ആഗോളതലത്തിൽ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയം നിലവിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുന്നിലാണ്. അഭിഭാഷക അമിത സച്ദേവ സമർപ്പിച്ച ഹർജിയിലാണ് കേസ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ പാറ്റ പരാമർശത്തെ എഡിറ്റ് ചെയ്ത് തെറ്റായി പ്രചരിപ്പിച്ചവർക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. കോക്രോച്ച് ജനതാ പാർട്ടി, CJP അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് നോട്ടീസ് അയച്ചത്. കേന്ദ്ര സർക്കാരിനും CBIക്കുമാണ് നോട്ടീസ്. അഭിഭാഷകനായ രാജ ചൌധരിയാണ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത്. മുംബൈയിൽ വൈൽഡ് പാർലെ വെസ്റ്റിലുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന്റെ 11ാം നിലയിൽ ചൊവ്വാഴ്ച രാത്രി വൈകിയുണ്ടായ തീപിടുത്തത്തിൽ ഒരു പിഞ്ചു കുഞ്ഞുൾപ്പെടെ 2 പേർ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രാത്രി 10:02 ശാന്തഭവൻ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം 2 ഫ്ളാറ്റുകളെ ബാധിച്ചു. ഏകദേശം 4000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഇലക്ട്രിക്കൽ വയറിങ്ങുകളിലേക്കും ഉപകരണങ്ങളിലേക്കും തീ പടർന്നു. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. തീപിടുത്തവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ അന്വേഷിച്ച് അതെങ്ങനെ ആരംഭിച്ചു എന്ന് കണ്ടെത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഭക്ഷ്യസുരക്ഷാ നിലവാര അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI പാൻ മസാലയ്ക്ക് പുതിയ പാക്കേജിംഗ് ആവശ്യകതകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പന്നം പാക്കേജ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് രഹിത വസ്തുക്കൾ വ്യക്തമാക്കുകയും അനുവദനീയമായ പാക്കേജിംഗ് ഓപ്ഷനുകളിൽ നിന്ന് പ്ലാസ്റ്റിക്, അലൂമിനിയം ഫോയിൽ, മെറ്റലൈസ്ഡ് പാളികൾ എന്നിവ ഒഴിവാക്കുകയും ചെയ്തു. തിങ്കളാഴ്ച ഇന്ത്യൻ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച 2026 ഭക്ഷ്യസുരക്ഷയും നിലവാരവും പാക്കേജിംഗ് ഭേദഗതി ചട്ടങ്ങൾ വഴിയാണ് മാറ്റങ്ങൾ അറിയിച്ചത്. അറബിക്കടലിനെയും ഹോർമുസ് കടലിടുക്കിനെയും ബന്ധിക്കുന്ന തന്ത്രപ്രധാനമായ ഒമാൻ കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം. പനാമയുടെ പതാകയേന്തിയ വേല നോവ എന്ന കണ്ടെയ്നർ കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പാകിസ്ഥാൻ തീരത്ത് നിന്ന് ഏകദേശം 71 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു സംഭവം. ആക്രമണം നടന്നതായി UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സ്ഥിരീകരിച്ചു.
പ്രദേശത്ത് ഒരു സൈനിക വിഭാഗം കപ്പലിന് നേരെ ആക്രമണം നടത്തിയെന്നാണ് പ്രാഥമിക വിവരം. എന്നാൽ ആക്രമണത്തിന് പിന്നിൽ ഏത് രാജ്യത്തിനോ സംഘത്തിനോ പങ്കുണ്ടെന്ന് വ്യക്തമായിട്ടില്ലെന്നും സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നുമാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനിലെ വിമത ഗ്രൂപ്പുകൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ ബലൂച്ച് നേതാക്കൾ ഇന്ത്യയും ഇന്ത്യൻ മാധ്യമങ്ങളെയും പ്രശംസിച്ചു. അവർ പാകിസ്ഥാനെ ഒരു ക്യാൻസർ എന്നും വിളിച്ചു. ഈ അവസരത്തിൽ ബലൂച്ച് നേതാവ് മിർ യാർ ബലൂച്ച് ഇപ്പോൾ ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന് പ്രഖ്യാപിച്ചു. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളോടും അന്താരാഷ്ട്ര സംഘടനകളോടും ഈ പ്രദേശത്തെ പാകിസ്ഥാൻ പ്രവിശ്യ എന്ന് വിളിക്കുന്നത് നിർത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. 2026 ഓഗസ്റ്റ് 11 പാകിസ്ഥാന്റെ കൊളോണിയൽ ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമാകുന്ന ബലൂചിസ്ഥാൻ റിപ്പബ്ലിക് എന്ന് അദ്ദേഹം നാമകരണവും ചെയ്തു. അടുത്തിടെ തുർക്കി ഉച്ചകോടിയിൽ വിമാനങ്ങൾ മാറിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. സുരക്ഷാ ഉപദേശങ്ങൾ താൻ പതിവായി പാലിക്കുന്നുണ്ടെന്നും നിരവധി ഭീഷണികൾ ലഭിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ഖത്തർ സമ്മാനിച്ച ബോയിംഗ് 747-8 വിമാനത്തിൽ നിന്ന് പഴയ എയർഫോഴ്സ് 1ലേക്ക് US പ്രസിഡന്റ് മാറിയതും പിന്നീട് ചെറിയ C-32A വിമാനത്തിലേക്ക് രഹസ്യമായി മാറിയതും സംബന്ധിച്ച റിപ്പോർട്ടുകൾക്ക് തൊട്ടു പിന്നാലെയാണ് ട്രംപിൽ നിന്നുള്ള സ്ഥിരീകരണം. ചൊവ്വാഴ്ച ബാബ് എൽ മണ്ടേബ് കടലിടുക്കിൽ ഒരു ചരക്ക് കപ്പലിൽ ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ നടത്തിയ ആക്രമണത്തിൽ 4 ജീവനക്കാർ കൊല്ലപ്പെട്ടതായി യമൻ ഗതാഗത മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഇറാനിയൻ തുറമുഖത്തേക്ക് പോകാൻ ശ്രമിച്ച ഒരു കണ്ടെയ്നർ കപ്പൽ ഇടിച്ചതായി US സൈന്യം അറിയിച്ചു. ബാബ് എൽ മണ്ടേബ് ആക്രമണത്തിൽ ഹൂത്തി വിരുദ്ധ സൈനിക ഗ്രൂപ്പിലെ 2 യമൻ രക്ഷാപ്രവർത്തകർ കൊല്ലപ്പെട്ടതായും യമൻ തീരസംരക്ഷണ സേന അറിയിച്ചു. ഫെബ്രുവരി 28 ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഈജിപ്തിന്റെ ഉടമസ്ഥതയിലുള്ള തിഹാമ കപ്പലിലെ മരണങ്ങൾ സ്ഥിരീകരിച്ചാൽ ഹൂത്തികൾ കപ്പലിൽ നടത്തുന്ന ആക്രമണത്തിലെ ആദ്യത്തെ മരണമായിരിക്കും ഇത്. പിന്നീട് ബാബ് എൽ മന്ദേബിലെ സൗദി സൈനിക ഉപകരണങ്ങൾ വഹിച്ചുകൊണ്ടിരുന്ന ഒരു കപ്പലിനെ ആക്രമിച്ചതായും ഹൂത്തികൾ പറഞ്ഞു. പക്ഷേ കപ്പലിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. സൗദി സെന്റർ ഫോർ ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ ഈ അവകാശവാദത്തോട് ഉടൻ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.